ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CSIRന്റെ കീഴിലുള്ള സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരുവിലേക്ക് സയന്റിസ്റ്റുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ് വന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് 10/2/2025 തുടങ്ങി 14/3/2025 വരെ ആയിരിക്കും ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ പറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്ന തസ്തികയുടെ കോമൺ ആയിട്ടുള്ള പേര് സയന്റിസ്റ്റ് എന്നുള്ളതാണ്. മൊത്തം 34 സയന്റിസ്റ്റുകളെയാണ് വേണ്ടത്. ഇതിനായിട്ട് വ്യത്യസ്ത ക്രൈറ്റീരിയകളിൽ, വ്യത്യസ്ത നമ്പറിൽ, വ്യത്യസ്ത കോഡിലാണ് ഇവര് പോസ്റ്റുകൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള തസ്തികകളിലേക്ക് നമുക്ക് കടക്കാം. ഇവയെല്ലാം സയന്റിസ്റ്റ് എന്ന തസ്തികയിലാണ്. ആദ്യമായിട്ട് കോഡ് S01 എന്നുള്ളതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത് ME അല്ലെങ്കിൽ MTech ഇൻ ദ ഏരിയ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ്. മാത്രമല്ല കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസും ഇതിനാവശ്യമാണ്. ഇതിൽ ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പവർ ഇൻഫ്രാസ്ട്രക്ചർ, പവർ സിസ്റ്റം കോമ്പണൻസ്, മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, പവർ കൺവെർഷൻ, സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഡിവൈസ് distribution and regulation of electrical energy installation, cabling and accessories. ഈ മേഖലയിൽ ഏതെങ്കിലുമുള്ള എക്സ്പീരിയൻസ് ഇവിടുത്തെ ക്രൈറ്റീരിയ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും അടുത്തതായിട്ട് പോസ്റ്റ് രണ്ടാമത്തതാണ്. പോസ്റ്റ് കോഡ് S02 ആണ്. ഇവിടെ മൊത്തം കാറ്റഗറി ഒരു പോസ്റ്റ് ആണുള്ളത്, അൺറിസർവ്ഡ് ആണ്. ഇതിനും വേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഈ മേഖലയിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ നേടിയിരിക്കുന്ന ME അല്ലെങ്കിൽ MTech ആണ് ഇവിടുത്തെ യോഗ്യത. ഇവിടെയും ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അടുത്തത് കോഡ് നമ്പർ S03 ആണ്. ഇതിൽ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട ME അല്ലെങ്കിൽ MTech ആണ് വേണ്ടത്. ഇവിടെയും ഇൻഡസ്ട്രിയൽ റിസർച്ച് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് CAD ആൻഡ് FEM മേഖലയിൽ ഉണ്ടായിരിക്കണം, അതായത് ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വളരെ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് UR01 ആണ്. UR01 ഇവിടെ ME അല്ലെങ്കിൽ MTech നേടിയിരിക്കണം കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ PhD ഉണ്ടായിരിക്കണം. ഇവിടെയും ഇൻഡസ്ട്രിയൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വളരെ പ്രധാനമായിട്ട് ഇവിടെ കാണിക്കുന്നു. അടുത്ത കോഡിലേക്ക് പോകാം. അത് പോസ്റ്റ് കോഡ് S05 ആണ്. ഇവിടെ ഫുഡ് സയൻസ് ആണ് വരുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് PhD ഉണ്ടായിരിക്കണം. അതായത് ഫുഡ് സയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫുഡ് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഫുഡ് സയൻസ്, ഈ മേഖലയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് PhD ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രവുമല്ല എക്സ്പീരിയൻസ് ഇവിടെയും വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് എന്ന് കാണാം. അടുത്തതായിട്ട് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റാണ്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് S06 ആണ്. ഇവിടെയും സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് അല്ലെങ്കിൽ സിന്തറ്റിക് കെമിസ്ട്രി എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇത് കൂടാതെ മറ്റു ചില മേഖലകളിലെയും എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും. ഇവിടുത്തെ പോസ്റ്റുകളുടെ എണ്ണം 2 എണ്ണമാണ്. അടുത്തതായിട്ട് ഡിസൈൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ പോസ്റ്റ് കോഡ് 07 ആണ്. 07 ആണ്. പോസ്റ്റുകളുടെ എണ്ണം 1 ആണുള്ളത്. ഇതിലും ഡിസൈറബിൾ ആയിട്ട് തന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഇവിടെയും ഡിസൈറബിൾ ആയിട്ട് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ തസ്തികയ്ക്കും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൃത്യമായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ പോസ്റ്റ് കോഡ് S08 ആണ്. ഇതിന് ഒരു പോസ്റ്റ് മാത്രമാണ് നിലവിലുള്ളത്. ഇതിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പാക്കേജിംഗ് അല്ലെങ്കിൽ PhD മുതലായവയുള്ളവർക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നതാണ്. മാത്രമല്ല കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇവിടെ അവകാശപ്പെടാൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്തത് പോസ്റ്റ് കോഡ് S9 വരുന്നതാണ്. ഇത് ഫുഡ് ടെക്നോളജി, ഹാർവസ്റ്റ് ടെക്നോളജി മുതലായ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെയും PhD ആണ് സബ്ജക്ട് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇതിന്റെ പോസ്റ്റ് കോഡ് 09 ആണ്. ഇതിനുള്ള വേക്കൻസി ഒരെണ്ണമാണ് ഉള്ളത്. ആ ഒരു കാറ്റഗറി OBC NCL വേക്കൻസി ആണ്. ഇവിടെയും എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അടുത്തതായിട്ട് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ OBC NCL ഒരു വേക്കൻസി ആണുള്ളത്. ഇതിന്റെ കോഡ് S10 ആണ്. S10 ആണ്. ഇവിടെയും ഡിസൈറബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം.
അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇത് അൺറിസർവ്ഡ് ആയിട്ടുള്ള 2 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിനും MTech ആണ് അല്ലെങ്കിൽ ME ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇവിടെ എഞ്ചിനീയറിംഗ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുതലായവയിലുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S12 ആണ്. ഇവിടെ പ്രധാനമായിട്ടും ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി മുതലായ മേഖലകളിൽ PhD ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുമുണ്ട്. ഇനി അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് 13 ആണ്. ഇവിടെ PhD ഉണ്ടായിരിക്കണം, മൈക്രോബയോളജിയിൽ PhD ഉള്ളവരായിരിക്കണം. മാത്രമല്ല ഡിസൈറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടുത്തെ ക്രൈറ്റീരിയ ആണ്. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S14 ആണ്. PhD ഇൻ ഫുഡ് സയൻസ് ആണ് ഇവിടുത്തെയും ക്രൈറ്റീരിയ. തീർച്ചയായിട്ടും PhD ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയിലാണ് സയന്റിസ്റ്റിനെ ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെയും അടിസ്ഥാന യോഗ്യത PhD ആണ്. അതിൽ തന്നെ ഫിഷറി സയൻസിലോ ഫിഷ് പ്രോസസ്സിങ്ങിലോ നിങ്ങൾക്ക് PhD ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുകയും വേണം. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S16 ആണ്. ഇവിടെ പ്ലാന്റ് ജെനറ്റിക്സ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഇവിടെ സയന്റിസ്റ്റ് ആയിട്ട് വരുന്നതും പ്ലാന്റ് ജെനറ്റിക്സിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PhD ഉണ്ടായിരിക്കേണ്ടത് ബോട്ടണി, അപ്ലൈഡ് ബോട്ടണി, പ്ലാന്റ് സയൻസ്, പ്ലാന്റ് മോളിക്കുലർ ബയോളജി, പ്ലാന്റ് ജെനറ്റിക്സ് ഇവയിൽ ഏതെങ്കിലും PhD ഉള്ളവർക്കും ഈ മേഖലയുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S17 വരുന്നത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ആണ്. ഇത് ഒരു വേക്കൻസി ആണുള്ളത്. EWS 1 ആണ്, റിസർവ്ഡ് ആണ്. ഈ ഒരു കോഡിലേക്ക് അപേക്ഷിക്കേണ്ടത് S17 എന്ന നമ്പറിലാണ്. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S18 ആണ്. ഇവിടുത്തെ കാറ്റഗറികളുടെ എണ്ണം EWS 2 എണ്ണമാണുള്ളത്. ഇവിടെ ഫുഡ് സയൻസിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ EWSുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സയൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ EWSന്റെ ഈ കോഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുവാൻ. ഇവിടെയും എക്സ്പീരിയൻസ് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. അടുത്തതായിട്ട് S19 എന്ന കോഡാണ്. ഇവിടെ 2 പോസ്റ്റുകളാണുള്ളത്. SCക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ ഫുഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട SC കാൻഡിഡേറ്റ് മാത്രം ഇതിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S20 ആണ്. ഈ ഒരു പോസ്റ്റ് കാറ്റഗറി ഒരെണ്ണമാണ്. OBC NCL 1 വേക്കൻസി ആണ്. ഇത് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ PhD ഉണ്ടായിരിക്കണം. ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S21 ആണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള കാറ്റഗറികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് 1 കാറ്റഗറി ആണുള്ളത്. PhD ആണ് ഇവിടുത്തെ അടിസ്ഥാന യോഗ്യത. മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിക്സിലോ അഗ്രികൾച്ചർ സ്റ്റാറ്റിക്സിലോ നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇതിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത നേടുകയുള്ളൂ. മാത്രമല്ല ഇനി സ്റ്റാറ്റിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S22 ആണ്. ഇതിലെ കാറ്റഗറി SC ആണ്. ഒരെണ്ണം മാത്രമാണുള്ളത്. ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് വെജിറ്റബിൾ സയൻസ് അല്ലെങ്കിൽ ഫ്രൂട്ട് മാനേജ്മെന്റ്, ഫുഡ് സയൻസ് മുതലായവയിൽ PhD ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് പോസ്റ്റ് കോഡ് S23 ആണ്. ഇവിടുത്തെ വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ്. അൺറിസർവ്ഡ് ഒരെണ്ണമേ ഉള്ളൂ. ബയോകെമിസ്ട്രിയിലാണ് ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് PhD ഉണ്ടാകേണ്ടത്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് S25 ആണ്. ഇത് കാറ്റഗറി നമ്പർ 1 പോസ്റ്റ് മാത്രമാണ്. അൺറിസർവ്ഡ് ആണ്. അടുത്തത് പോസ്റ്റ് കാറ്റഗറി 1 പോസ്റ്റ് മാത്രമാണ്. SCക്ക് 1 കാറ്റഗറി ആണുള്ളത്. ഇവിടെയും PhD ആണ് വേണ്ടത്. ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട PhD ആണ് വേണ്ടത്. SC കാറ്റഗറി ഉള്ളവർ മാത്രം ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യുക. ഇനിയും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ യോഗ്യത ഉള്ളവർ മാത്രം അപേക്ഷിക്കാൻ നിൽക്കുക. ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. cftri.res.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ മുഖാന്തരമായിരിക്കും. മാത്രമല്ല നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ളവരെ മാത്രമേ ഇവരെ ഇന്റർവ്യൂവിന് വേണ്ടി പോലും കൺസിഡർ ചെയ്യുകയോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയോ ചെയ്യുള്ളൂ എന്നുകൂടി ഇതിൽ പ്രത്യേകിച്ച് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള, അതായത് PhD പോലുള്ള ഉയർന്ന യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. മിനിമം യോഗ്യതയാണ് ഇവരിവിടെ നൽകിയിരിക്കുന്നത്. ഈ മിനിമം യോഗ്യതയ്ക്ക് മുകളിലോട്ട് എത്രത്തോളം യോഗ്യത കൂടിയവർ അപേക്ഷിക്കുന്നോ അവരെ ആയിരിക്കും ഇവർ ആദ്യം കൺസിഡർ ചെയ്യുന്നതുകൂടി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഏജൻസി നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും ഇവിടുത്തെ ജോലികൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരെല്ലാം ഈ ഒരു സൈറ്റ് വഴി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു സെൻട്രൽ ഗവൺമെന്റിൽ ഒരു നല്ല ജോലി നിങ്ങളെ തേടിയിരിക്കുന്നു എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അപേക്ഷിക്കുക. ഇന്റർവ്യൂവിന് ശേഷം ആയിരിക്കും പ്ലേസ്മെന്റ് നടത്തുക. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.